നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മളുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വായന എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ എനർജീസ് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വ്യക്തി നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടാണ് നിങ്ങൾ കാണുന്നത്, അത്രത്തോളം നിങ്ങളുടെ വ്യക്തിയിലേക്ക് നിങ്ങളുടെ ഊർജം വരികയും അതിലൂടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മെസ്സേജ് ചെയ്യാനോ കോണ്ടാക്ട് ചെയ്യാനോ ഉള്ള സാധ്യതകൾ സംഭവിക്കാൻ സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് വളരെയധികം ഐശ്വര്യപൂർണമായ അല്ലെങ്കിൽ വളരെ സമ്പത്തുള്ള വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. തീർച്ചയായിട്ടും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ, സ്വന്തമായി വിദ്യാഭ്യാസം, ജോലി, അതായത് നന്നായിട്ട് പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള നല്ല ജോലിയൊക്കെ ഉള്ള പെൺകുട്ടികളായിട്ട് കാണിക്കുന്നുണ്ട്, സ്ത്രീകളായിട്ട് കാണിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം എനർജറ്റിക് ആണ്, നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ പോലും നിങ്ങളായിരിക്കാം ജോലി ചെയ്ത് സമ്പാദിച്ച് നോക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും നിങ്ങളായിരിക്കാം അത് നോക്കി നിൽക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം നിങ്ങളായിരിക്കാം നിറവേറ്റുന്നത്. ആ ഒരു രീതി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ, പുരുഷന്മാരുമാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കുക, അതോടൊപ്പം തന്നെ കുടുംബത്തെയും നോക്കുക എന്ന് പറയുന്നത് അത്രയും നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം അത്തരത്തിലുള്ള ആൾക്കാരായിട്ടാണ് നമുക്ക് ആദ്യത്തെ കാർഡിൽ തന്നെ കാണാൻ പറ്റുന്നത്. 9 ഓഫ് പെൻഡക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഒരു ക്യൂനെയാണ് സൂചിപ്പിക്കുന്നത്. മുഴുവനും സ്വർണത്തെയാണ് കാണിക്കുന്നത്. അതായത് അത്രയും അമൂല്യമായ ഒരു വസ്തുവാണ് നിങ്ങളെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. കാര്യഗൗരവമുള്ള സ്ത്രീയാണെന്ന് മനസ്സിലാക്കുന്നു. എല്ലാത്തിനെക്കുറിച്ചും നല്ല രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു, മനസ്സിലാക്കുന്നു. പക്ഷേ ഈ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ വ്യക്തി വിശ്വസിച്ചിരുന്ന പല ആളുകളും ഈ വ്യക്തിയെ ചതിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അത് കൂടുതലും ഈ വ്യക്തിയുടെ അമ്മയോ അച്ഛനോ ആകാനാണ് കൂടുതൽ സാധ്യത എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയോ ഭാര്യയ്ക്കു വേണ്ടിയോ ആണ് ഈ ഒരു റീഡിങ് കാണുന്നതെങ്കിൽ, തീർച്ചയായിട്ടും ഇവിടെ ഒരു ശത്രുവായിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ ആജന്മ ശത്രുവായിട്ട് നിൽക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അച്ഛനോ അമ്മയോ ആയിരിക്കാം. തീർച്ച. കാരണം ഇതിൽ എതിർത്ത് നിൽക്കുന്നതും അവർ തന്നെയാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു, നിങ്ങളുടെ പങ്കാളിയെ നിർബന്ധിക്കുന്നു. കാമുകി കാമുകന്മാരാണെങ്കിൽ കൂടോത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ ബാക്ക് സ്റ്റാബിങ് ചെയ്യുന്നുണ്ട്, അതായത് പിന്നിൽ നിന്നും കുത്തുക. നമുക്ക് കാണാം 10 ഓഫ് സോർട്സ്, പിന്നിൽ നിന്നും കുത്തി വീഴ്ത്തുക. അത് വല്ലാത്തൊരു വേദനയായിരിക്കും അല്ലേ? കാരണം ഈ ഒരു പ്രണയബന്ധം നശിച്ചു പോകാൻ വേണ്ടി, അല്ലെങ്കിൽ എന്നേക്കുമായി അവസാനിക്കുവാൻ വേണ്ടി അത്തരത്തിലുള്ള ദുഷ്കർമ്മങ്ങളും ദുഷ്പ്രവർത്തികളും ചെയ്തുകൊണ്ട് നിങ്ങളെ ഇതിൽ നിന്നും അകറ്റാൻ നോക്കുന്ന ഈ ഒരു ശത്രുക്കൾ അതിശക്തം തന്നെയാണ്, ശക്തരാണ്. പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ തന്നെ മതി, നിങ്ങളുമായുള്ളൊരു ജീവിതം തന്നെ മതി. 6 ഓഫ് വാൺസ് അതിനെ സൂചിപ്പിക്കുന്നു. കാരണം ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു ആഘോഷത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു രാജകുമാരനെയാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ക്രൗണൊക്കെ തലയിൽ അണിഞ്ഞ് കുതിരപ്പുറത്തേന്തി ചുറ്റിനും ആളുകളൊക്കെ ഉണ്ട്. വളരെ ആഘോഷിക്കാൻ തക്കവണ്ണം
അല്ലെങ്കിൽ അതിനു വേണ്ടി ആഗ്രഹിച്ച് ഒരുങ്ങി വരുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനോഭാവം തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ അമ്മയോട്, ഓക്കെ, അമ്മയോട് ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് മൂൺ എനർജി കിട്ടിയിട്ടുണ്ട്. ഇത് അമ്മയുടെ എനർജിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ചോദ്യം ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു? ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രണയിനിയോട് എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു? എൻ്റെ പ്രണയബന്ധം തകർത്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം വാശിയേറിയ ചിന്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് ജീവിക്കണം, ജീവിച്ച് കാണിക്കണം, ശത്രുക്കളെ എന്നേക്കുമായി ഇല്ലാണ്ടാക്കണം, അതായത് ശത്രുക്കളെ തോൽപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ അച്ഛനും അമ്മയും ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്ത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം തകർത്ത് ഈ വ്യക്തിയെ വേറെ കല്യാണം കഴിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഹെർമിറ്റിലാണ് നിൽക്കുന്നത്, സന്യാസ യോഗത്തിലാണ് നിൽക്കുന്നത്. കാരണം ഞാൻ ആരെയും കല്യാണം കഴിക്കില്ല, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലും തീരുമാനത്തിലുമാണ്, ഉറച്ച മനസ്സോടുകൂടിയാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. ഇവിടെ ശത്രുക്കൾ എന്തു തന്നെ ചെയ്താലും, എന്തൊക്കെ ദുഷ്പ്രവൃത്തികൾ ചെയ്താലും നിങ്ങളുടെ വ്യക്തി അത്രയും എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരു മുജ്ജന്മ ബന്ധം തീർച്ചയായിട്ടും ഉണ്ട്. അവിടെയും ഇതുപോലെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. അതിൻ്റെ തനിയൊരു ആവർത്തനമാണ് ഈ ഒരു ജന്മത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയാണ്. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കും മെജീഷ്യൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയില്ലേ, ഇവിടെ ഒരു 8 എന്ന് പറയുന്ന സൈൻ തിരിഞ്ഞു കിടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകും, ആ ഒരു സൈനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും അനന്തതയാണ് സൂചിപ്പിക്കുന്നത്, ഇൻഫിനിറ്റി. അതായത് ഒരിക്കലും തീരാത്ത ഒരു കാര്യം. ഇപ്പൊ ഈ പ്രപഞ്ചം എങ്ങനെയാണ് കിടക്കുന്നത്? ഇൻഫിനിറ്റിയിലല്ലേ, അനന്തതയിലാണ് കിടക്കുന്നത്. കാരണം ഈ പ്രപഞ്ചം എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലുപ്പത്തിലാണ് ഈ പ്രപഞ്ചം കിടക്കുന്നത്. അതൊരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് അളക്കുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അത്രയും ഇൻഫിനിറ്റി ആയിട്ട്, അത്രയും അൺകൺട്രോളബിൾ ആയിട്ട് കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു ഡിവൈൻ കണക്ഷൻ തന്നെയാണ്. പക്ഷെ അതിനെ തകർക്കുവാൻ വേണ്ടി ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഊർജങ്ങളും ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ള സ്നേഹം എന്ന് പറയുന്നത് 10ൽ 9% കാണിക്കാനേ പറ്റുന്നുള്ളൂ. 10ൽ 10% കാണിക്കണമെങ്കിൽ ഇവിടെ ശത്രുക്കൾ ഇല്ലാണ്ടാകണം. അതിന് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തി ദൂരെ സ്ഥലത്ത് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ കേരളത്തിലാണെങ്കിൽ, നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഈ വ്യക്തി വേറെ രാജ്യത്തായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ രാജ്യത്തായിരിക്കണം. അങ്ങനെ പലതരത്തിലുള്ള ദൂര അവസ്ഥകൾ, അതായത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള പ്രണയബന്ധങ്ങളൊക്കെ കാണിക്കുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ രണ്ടുപേരെയും നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരെയും അലട്ടുന്നുണ്ട്. ആ ഒരു വേൾഡ് കാർഡ് നമ്മൾക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ ഒരു ദൂരെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കീറി മുറിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുമൊത്ത് നന്നായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ സെലിബ്രേഷൻ ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്, ഫെസ്റ്റിവൽ ആണ്. അതുപോലെ ഈ വ്യക്തിക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ, 9 ഓഫ് സോർട്സ് നമ്മൾക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഈ ഒരു ശത്രുക്കൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി പരിഹാരങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ടാകണം. ഓക്കെ, അതായത് മന്ത്രങ്ങൾ അല്ലെങ്കിൽ താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും, അതായത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഉണ്ട്, ഈ ഒരു പ്രണയബന്ധത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ക്രിയകൾ ചെയ്യാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഊർജം വീണ്ടും
വരുന്നുണ്ട്. വീണ്ടും കൈവരിക്കാൻ പറ്റുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ എല്ലാ ഊർജങ്ങളും വീണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് റിവേഴ്സ് എനർജിയിൽ കാർഡ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നല്ലൊരു ഗുഡ് ന്യൂസിനെയാണ് സൂചിപ്പിക്കുന്നത്. ശുഭവാർത്തയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. എത്ര യുദ്ധം ചെയ്യേണ്ടി വന്നാലും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിനെ തന്നെയാണ് ഈ വ്യക്തി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇത് മാനിഫെസ്റ്റേഷൻ ആക്കി മാറ്റുക. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള റീഡിങ്ങുകൾ നിങ്ങൾ കാണുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ചക്രാസ് ഹീൽ ചെയ്യാനും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആത്മാവും ശരീരവും എല്ലാം ശുദ്ധീകരിക്കാനൊക്കെ ഇത്തരത്തിലുള്ള വായനകൾ കേൾക്കുന്നത് നല്ലതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വായന. പുതിയൊരു അധ്യായത്തിൽ കണ്ടുമുട്ടുന്നത് വരെയും നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.